ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് 2024 വാർഷിക പരീക്ഷ നടത്തിയ തസ്കിയത്തുൽ വിൽദാന് വ തജ്വീദുൽ ഖുർആൻ 2 വിഷയം കൂടി ഒറ്റ ചോദ്യപേപ്പറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ തസ്കിയത്തുൽ വിൽദാനും തജ്വീദുൽ ഖുർആനും നമ്മൾ പാഠഭാഗത്തിൻ്റെ റിവിഷൻ മറ്റ് ചോദ്യപേപ്പറുകളൊക്കെ വെച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഉപകാരപ്പെടുത്തി കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ ചോദ്യം വായിച്ച ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് നോക്കാം. എന്താണ്? കോളത്ത് ശരി അടയാളപ്പെടുത്തണം. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്ത്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മളോട് ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്ത് ഏതാണ്? സൂറത്തുന്നാസ്. സൂറത്തുന്നാസാണ്. ടിക്കയ്യ. അടുത്തതാ സുനനുൻ നിസാനി. സുനനുൻ നിസാനിയുടെ രചയിതാവ് ആരാണ്? അഹ്മദ് ബിനു ഷുഐബ് റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിനു ഷുഐബ് റളിയല്ലാഹു അൻഹു എന്നവരാണ് സുനനുൻ നിസായിയുടെ രചയിതാവ്. അപ്പം നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട് പാഠത്തിൽ. അപ്പം ആർക്ക് മനസ്സിലാക്കാം. അടുത്തതാ അമൻ യഖൂലു ബൈനഹു വ ബൈന തൗബ. ഇത് പറഞ്ഞത് ആരാണ്? ആലിമാണ്. ആലിമാണത് പറഞ്ഞത്. അപ്പം നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തതാ ഷുഹ്ബുൻ. ഷുഹ്ബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഷുഹ്ബുൻ എന്ന മേഘം എന്നാണ്. അപ്പം അത് ടിക്ക് ചെയ്യാം. അടുത്തതാ ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണേത്? സൂറത്തുൽ ഫലക്ക്. അപ്പോൾ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണ് സൂറത്തുൽ ഫലക്ക്. അടുത്തത് എന്താണ്? തൊണ്ടയുടെ മുകൾ ഭാഗം മഹ്റജായ ഹർഫ്. ഹൽക്കിൻ്റെ അക്ഷരം തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അംസ, ഹ, ഐന്, ഹ, ഒയ്ന്, ഹ. അപ്പോൾ ഇവിടെ ഹ ടിക്ക് ചെയ്യാം. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. അൽ മദ്ദുൽ അസ്ലി. അസ്ലിക്ക് ഉദാഹരണം. അസ്ലി എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തെ നീട്ടാൻ ആവശ്യമായ സമയം മാത്രം നീട്ടലാണ് മദ്ദുൽ അസ്ലി. അപ്പം അതിൻ്റെ ബി ദാത്തലഹബി ദാ എന്ന ദാലിനെ അലിഫ് കൊണ്ട് ഫതഹയെ അലിഫ് കൊണ്ട് നീട്ടുന്നു. അപ്പോൾ അസ്ലിക്ക് ഉദാഹരണം ബി എഴുതാം. ഇനി അൽ മദ്ദുൽ ലാസിം. എന്താണ് മദ്ദുൽ ലാസിം? ഓപ്ഷൻ ഡി ദാബത്തുൽ അർള്. കലിമത്തിൽ മദ് വന്ന ലാസിം കലമി. മനസ്സിലാക്കുക. ദാ ബ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള അക്ഷരം വന്നിട്ടുണ്ട്. ലാസിം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് ലാസിം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ ബ എന്ന അക്ഷരമാണ് ശബ്ദമുള്ള അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡി എഴുതാം. മദ്ദുൽ ലാസിം. അൽ മദ്ദുൽ ആരിള്. ആരിള് വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് പുതുതായി സുക്കൂന് വരുന്നത് മദ്ദുൽ ആരിള് എഴി. അപ്പോൾ അൽ മിസ്കീൻ. മിസ്കീനി എന്നത് വഖഫിൻ്റെ കാരണത്താൽ നമ്മളിവിടെ വഖഫ് ചെയ്യാണ്. വഖഫിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ ഇവിടെ മിസ്കീൻ എന്ന് ആരിലായ പുതിയൊരു സുക്കൂന് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഈ നമുക്ക് എഴുതാം. മദ്ദുൽ ആരിൽ. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതാണ് അവിടെ ആരിൽ. മദ്ദുൽ ആരിൽ. ഓപ്ഷൻ ഇ. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നു. അടുത്തതാ മദ്ദുൽ മുത്തസിൽ. മുത്തസിൽ എന്താണ്? മദ്ദക്ഷരയും അംസയും ഒരേ കലിമത്തിൽ വരുന്നത്. സി. രഹില തഷിതായി. താ മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ അംസ വന്നു. മനസ്സിലാക്കുക. അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിലാണ് അംസ എങ്കിൽ അത് മുൻഫസിലാണ്. അപ്പോൾ ഇവിടെ അതേ കലിമത്തിൽ വന്നതുകൊണ്ട് മുത്തസിൽ. അപ്പോൾ അതിന് സി എഴുതാം. ഇനി മദ്ദുൽ ലീന്. ലീനക്ഷരം വാവും യാവു ആണ്. ഫതഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവും യാവു ആണ് ലീനക്ഷരം. വസ്സൈഫ് സുക്കൂനുള്ള യാ. ഫതഹയുടെ ശേഷം വരുന്ന സുക്കൂനുള്ള യാ. അപ്പോൾ അത് വസ്സൈഫ് മദ്ദുൽ ലീന്. മനസ്സിലാക്കാം. അടുത്തെന്താ വന്നത്? പൂരിപ്പിക്കാനാണ്.
പൂരിപ്പിക്കണം. എന്താണ്? മാറന്നഹത്ത് ഡാഷ് റീഹു സബ്ബ. ഏത് പാഠത്തു നിന്നാണ് ഇത് വന്നത്? നമ്മളെ തസ്കിയയിലെ 10ാമത്തെ പാഠം യാ അക്രം ഹൽക്ക് എന്ന അതിൽ നിന്നാണ്. അപ്പം അതിൽ ബൈത്ത്, അപ്പം അതിൽ നിന്ന് വന്ന ഒരു ലൈനാണിത്. ഇതുപോലെ മറ്റു ലൈനുകളൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അവിടെ അദബാത്തിൽ ബാനി എന്ന് നമുക്കവിടെ ചേർത്ത് ആ ലൈന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റു ലൈനുകളൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക ആ ബൈത്ത്. അടുത്തതാ ഇന്നമൽ അഅ്മാലു ഡാഷ് വ ഇന്നമാലി കുല്ലി ഇംറിഇൻ മാ നവാ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി വ ഇന്നമാലി കുല്ലി ഇംറിഇൻ മാ നവാ. 14ാമത്തെ ചാപ്റ്റർ തസ്കിയയിലെ മിൻ ജവാമിൽ കലിമി പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1ാമത്തെ തന്നെയാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. നിയ്യത്ത് അനുസരിച്ച് മാത്രമാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക. നിയ്യത്തുകൾ അനുസരിച്ചാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക. ഓരോ വ്യക്തിക്കും അവനവൻ്റെ നിയ്യത്ത് അനുസരിച്ച് ലഭിക്കും. അപ്പം അതിൽ വന്നിട്ടുണ്ട് 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാനും ആശയം എഴുതാനെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തെന്താണ്? അല്ല റഹ്മത്തൻ റബ്ബിഹീനി യക്സിമുഹ തെത്തി അല ഡാഷ് ഫീ കിസമി. ഇതേത് ചാപ്റ്ററിനാണ് വന്നത്? നേരത്തെ പറഞ്ഞ 10ാമത്തെ ചാപ്റ്റർ യാക്രം ഹൽക്ക് എന്ന അതിൽ നിന്ന് തന്നെയാണ് ഇതും വന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഇതും വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയ ബൈത്ത് നന്നായി പഠിക്കുക. ഇവിടെ എന്താ വന്നത്? തെത്തി അല ഹസബിൽ ഇസ്യാനി ഫിൽ കിസമി. അപ്പോൾ അത് ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന രീതി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അൽ ഹന്നാസ് എന്നതിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നവൻ എന്നാകുന്നു. അൽ ഹന്നാസ് നമ്മൾ സൂറത്തുന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 13ാമത്തെ പാഠമായിട്ട്. അപ്പോൾ അതിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്. അവിടെ കുൽ എന്ന് പറഞ്ഞാൽ പറയുക. മിൻ ശരിൽ വസ്വാസ് പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്. അപ്പം അതുപോലെ തഫ്സീർ മനസ്സിലാക്കുക. ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തത് എന്താണ്? നാവിൻ്റെ അറ്റവും ഡേഷുകളുടെ ഇടയുമാണ് സ്വാദിൻ്റെ മഹ്റജ്. മുൻപല്ലുകളുടെ ഇടയുമാണ് സ്വാദിൻ്റെ മഹ്റജ്. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കണം? ഇതുപോലെ മറ്റക്ഷരങ്ങളുടെ മഹ്റജുകൾ ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ സ്വാദിൻ്റെ മഹ്റജ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുന്ന രീതിയിൽ എഴുതാനും കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക പാഠഭാഗം. അടുത്തെന്താണ്? ഹർക്കത്തുള്ള 2 അക്ഷരം മൊഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലിയുടെ ദൈർഘ്യം. മദ്ദുൽ അസ്ലി 2 അക്ഷരം മൊഴിയുന്ന സമയം. ഹർക്കത്തുള്ള 2 അക്ഷരം മൊഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലി. അപ്പം അത് മനസ്സിലാക്കുക. മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം അതാണ് 2 അക്ഷരം. ഹർക്കത്തുള്ള 2 അക്ഷരം മൊഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലിയുടെ ദൈർഘ്യം. മനസ്സിലാക്കുക. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അവസാനത്തെ സൂറത്താണ് സൂറത്തുന്നാസ്. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തതാ ത്വയ്ഫൂർ ഇബ്നു ഈസ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ഏത് പേരിലായിരുന്നു? അബി യസീദിൽ ബിസ്തമി എന്ന പേരിലാണ് ത്വയ്ഫൂർ ഇബ്നു ഈസ എന്ന മഹാൻ പ്രസിദ്ധനായത്. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? അദ്ദീനു അന്നസീഹ. ഇതിൽ നസീഹത്തിൻ്റെ അർത്ഥം എന്താണ്? ദീൻ എന്നാൽ നസീഹത്താണ്. അതാണ് അദ്ദീനു നസീഹത്ത്. അപ്പം നസീഹത്ത് എന്നതിൻ്റെത് ഗുണം ആഗ്രഹിക്കൽ, ഗുണം കാംക്ഷിക്കൽ എന്നൊക്കെ പറയാം. സൽവിചാരം എന്നൊക്കെ എഴുതാം. ഗുണം ആഗ്രഹിക്കൽ, ഗുണം കാംക്ഷിക്കൽ, ഗുണകാംക്ഷി എന്നൊക്കെ പറയില്ലേ.
അപ്പം അത് മനസ്സിലാക്കുക. ഗുണം ആഗ്രഹിക്കൽ, അതാണ് നസീഹത്ത്. അന്നസീഹത്ത്. ദീൻ എന്നാൽ ഗുണം ആഗ്രഹിക്കലാണ്. അതാണ് അദ്ദീനു നസീഹത്ത് എന്ന് പറഞ്ഞത്. അടുത്ത എന്താണ്? റജുലു ഖതല മിഅത്തി നഫ്സിൻ. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി ആരായിരുന്നു? നമ്മളെ 9ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അൻ അബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു. അബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. അപ്പം എന്തായിരുന്നു ആ പാഠത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബി സഈദുൽ ഖുദരി എന്നവർ റിപ്പോർട്ട് ചെയ്തു. എന്താ പറഞ്ഞത്? 99 മനുഷ്യരെ കൊന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഭൂമിയിലെ ഏറ്റവും അറിവുള്ളയാളെ അയാൾ അന്വേഷിക്കുകയും അങ്ങനെ ഒരു പുരോഹിതൻ്റെ അടുത്ത് എത്തുകയും അങ്ങനെ അദ്ദേഹത്തെയും അയാൾ കൊല്ലുകയും അങ്ങനെ 100 പൂർത്തിയാക്കി. അതാണ് ഇവിടെ മിഅത്ത നഫ്സിൻ, 100 പേരെ കൊന്ന അദ്ദേഹത്തിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു. അപ്പോൾ അവിടെ തൗബയെ കുറിച്ചിട്ടാണ് പാഠത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാന്ന് വെച്ചാൽ അബി സഈദ് ഖുദരി എന്നവരാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ നമുക്ക് ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. നമ്മൾ അവസാനത്തെ 14ാമത്തെ ചാപ്റ്ററിൽ ഓരോ ഹദീസുകളോ ഓരോരുത്തരുടെ പേരുകൾ പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്ത. അപ്പം അതിൽ സ്വഹീഹുൽ ബുഖാരി ആരാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം തദ്രിബാത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. സ്വഹീഹുൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇബ്നു നൈഷാബൂരി. പിന്നെ സുനനു അബി ദാവൂദ് സുലൈമാൻ ഇബ്നു അഷ്അസി സജിസ്താനി. പിന്നെ സുനനു തിർമിദി മുഹമ്മദ് ബിൻ ഈസ തിർമിദി. സുനനുൻ നസായി അഹ്മദ് ബിനു ഷുഐബുൻ നസായി. സുനനു ഇബ്നി മാഞ്ച മുഹമ്മദ് ബിൻ അസീദ് അൽ ഖസ്വീനി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തെന്താണ്? മദ്ദുൽ ലാസിം ഹർഫീന് ഒരു ഉദാഹരണം എഴുതണം. ലാസിം ഹർഫി, ഹർഫിൽ വന്നതിന് നമ്മൾ ഹർഫിൽ മദ്ദുകൾ വന്നിട്ട് നൂന്, യാസീൻ, ഖാഫ്, ഹാമീൻ ഇതൊക്കെ ഉദാഹരണം പഠിച്ചിട്ടുണ്ട്. കലമീൽ വന്നത് അസ്സോഫാത്തി, അൽഹാക്ക, വലല്ലോലീൻ, വസ്സോഫാത്തി ഇതിലൊക്കെ എന്താണ്? കലമത്തിലാണ് വന്നത്. അപ്പോൾ അവിടെ കലമീ എന്ന് പറയും. അപ്പോൾ അതൊക്കെ രണ്ടും മനസ്സിലാക്കുക. ഉദാഹരണം എഴുതാൻ കഴിയണം. നൂൻ, യാസീൻ, ഹാമീൻ, അലിഫ് ലാം മീൻ അതൊക്കെ ഹർഫിലാണ്. അപ്പോൾ അത് നിങ്ങൾ തജ്വീദിലെ 12ാമത്തെ പാഠത്തിലാണ് വന്നത്. മനസ്സിലാക്കുക. അടുത്തത് ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. ഇഹ്സാൻ എന്നാൽ എന്ത്? ഇഹ്സാൻ എന്നാൽ എന്താണ്? നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ അള്ളാഹുവിനെ ആരാധിക്കലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്നാൽ. മനസ്സിലാക്കാം. അടുത്തെന്താണ്? സലാമോടെ സ്വർഗപ്രവേശം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? സലാമോടെ സ്വർഗപ്രവേശനം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ: സലാമിനെ പരത്തുക, സലാം വർദ്ധിപ്പിക്കുക. പിന്നെന്താണ്? അതാണ് സലാമിനെ പരത്തുക. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക. ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. അടുത്ത എന്താണ്? യാ ബുനയ്യ കും ഫസല്ലി ബില്ലൈലി. ഇത് ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞത്? മോനെ എഴുന്നേൽക്കൂ, നിസ്കരിക്കൂ എന്ന് ആരോടാ പറഞ്ഞത്? അബുൽ യസീദ് ബിസ്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബുൽ യസീദ് ബിസ്തമിയോട് പറഞ്ഞതാണ്. അബുൽ യസീദ് ബിസ്തമിയുടെ പിതാവ് അബുൽ യസീദ് ബിസ്തമിയോട് പറഞ്ഞതാണ്. മോനെ എഴുന്നേൽക്കൂ, രാത്രി നിസ്കരിക്കൂ. ബില്ലയിൽ രാത്രിയിലെ നിസ്കാരം. അതിനെക്കുറിച്ച് നമ്മൾ എത്രാമത്തെ ചാപ്റ്ററിലാണ് പറഞ്ഞത്?
11ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കുക, പാഠഭാഗം മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഒരാളുടെ പ്രയത്നം പിശാചിൻ്റെ മാർഗത്തിലാകും. എപ്പോഴാണ് പിശാചിൻ്റെ മാർഗത്തിലാകുക? ബാഹ്യപ്രകടനത്തിനും. ഒരാൾ ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അവൻ പിശാചിൻ്റെ മാർഗത്തിലാണ്. ഒരാൾ ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അവൻ പിശാചിൻ്റെ മാർഗത്തിലാണ്. അപ്പം അത് ഒരാളുടെ പ്രയത്നം പിശാചിൻ്റെ മാർഗത്തിലാകുന്നത് പൊങ്ങച്ചത്തിനും ബാഹ്യപ്രകടനത്തിനും വേണ്ടി പ്രയത്നിക്കുമ്പോഴാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ദമാ എരീബുക്ക ഇലാമാല എരീബുക്ക. സാരം എഴുതുക. ജവാമിൽ കൽമി എന്ന പാഠഭാഗത്തു നിന്നാണ് വന്നത്. എന്താണ്? സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. അപ്പോൾ ഇതിൽ സംശയകരമായത് ഉപേക്ഷിക്കുക, നിശംസകരമായത് സ്വീകരിക്കുക എന്ന്. അപ്പം അത് നമ്മൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാണ്. സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തതെന്താണ്? മദ്ദുൽ ആരിൽ എന്നാൽ എന്ത്? മദ്ദുൽ ആരിൽ എന്നാൽ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയാം. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. അപ്പം മദ്ദുൽ ലീന്, മദ് മുത്തസില്, മുൻഫസില്, ലാസിം, അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? എല്ലാ ദിവസവും ഓതൽ സുന്നത്തായ 4 സൂറത്തുകൾ എഴുതണം. ഏതൊക്കെയാണ് എല്ലാ ദിവസവും ഓതൽ സുന്നത്തായ 4 സൂറത്തുകൾ? തജ്വീദിൽ 8ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു നമ്മൾ. ഏതൊക്കെയാണ്? യാസീന്, മുൽക്ക്, വാക്കിയ, സജദ എന്നീ സൂറത്തുകളും ലൗ അൻസൽന മുതൽ സൂറത്തുൽ അഷ്റിൻ്റെ അവസാന ഭാഗം വരെ എല്ലാ ദിവസവും ഓതൽ സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച രാവും പകലും കൗഫ് ഓതലൊക്കെ പ്രത്യേക സുന്നത്തുണ്ട്. അപ്പോൾ അവിടെ സൂറത്തുകൾ എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള യാസീന്, മുൽക്ക്, വാക്കിയ, സജദ. വെള്ളിയാഴ്ച രാവും പകലും ഓതൽ സുന്നത്തുള്ളത് സൂറത്തുൽ കഹഫ്. പിന്നെ ലൗ അൻസൽന മുതൽ സൂറത്തുൽ ഹഷിറിൻ്റെ അവസാന ഭാഗം എല്ലാ ദിവസവും ഓതൽ സുന്നത്തുണ്ട്. അതുപോലെ ആയത്തുൽ കുർസി, ആമനർ റസൂല് എന്നിവ എല്ലാ രാത്രിയിലും ഓതണം. ഫർള് നിസ്കാരത്തിന് ശേഷം ഫാത്തിഹയും ആയത്തുൽ കുർസി, ഇഖ്ലാസ്, മഅവിയത്തൈനി, ഷഹിദല്ലാഹു എന്നിവ ഓതണം. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി, ആമനർ റസൂല്, അൽ കാഫിറൂന എന്നിവ പാരായണം ചെയ്യണം. ഇഖ്ലാസ്, മഅവിയത്തൈനും ഓതി കയ്യിൽ ഊതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദേഹമാസകലം തടവാറുണ്ടായിരുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അത് ആ സൂറത്തുകളും ആയത്തുകളും ഒക്കെ മനസ്സിലാക്കുക. നിസ്കാര ശേഷം ചൊല്ലേണ്ടത് ഒക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ വന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 5 ഉപദേശങ്ങൾ. നമ്മൾ 9ാമത്തെ പാഠം ജിഹാദു ഫീ സബീലില്ലാ എന്ന പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യാൻ ആരാണുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഞാൻ എന്ന് അബൂ ഹുറൈറ മറുപടി നൽകി. ഉടനെ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് 5 കാര്യങ്ങൾ പറഞ്ഞു. ആ 5 കാര്യങ്ങളാണ് ഇവിടെ ചോദ്യം വന്നത്. എന്തൊക്കെയാണ്? 1, നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാവും. നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാവും. 2, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും. 3, അയൽവാസികളിലേക്ക് ഗുണം ചെയ്യുക, നീയൊരു പൂർണ്ണ വിശ്വാസിയാകും. അയൽവാസികളിലേക്ക് ഗുണം ചെയ്താൽ നീയൊരു പൂർണ്ണ വിശ്വാസിയാകും. 4, നിനക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, നീ പൂർണ്ണ മുസ്ലിം ആവും. 5, പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക, അധിക ചിരി ഹൃദയത്തെ നിർജീവമാക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഉപദേശിച്ച 5 കാര്യങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഹൃദയത്തെ നിർജീവമാക്കും എന്ത്? ചോദ്യം വരാറുണ്ട്. എന്താണ്? അധിക ചിരി ഹൃദയത്തെ നിർജീവമാക്കും. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? മുത്തമാസിലാനി, മുത്തജാനിസാനി, മുത്തകാരിബാനി വിവരിക്കാൻ. ഇത് ആമിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് ഉദാഹരണമൊക്കെ എഴുതിയിട്ട് തന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ വായിച്ചുതരാം. വഖദ്ഹലു പോലെ മഹ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്നും, ദാലും മഹ്റജും സിഫത്തും ഒന്നായ. വഖദ്ഹലു പോലെ മഹ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്നും, ഇല്ലലമു പോലെ മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനി എന്നും ഇല്ലലമു. മനസ്സിലാക്കുക. പിന്നെ ബർറബ്ബുക്കും പോലെ മഹ്റജിൽ അടുക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുത്തകാരിബാനി എന്നും പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ 13ാമത്തെ പാഠം തജ്വീദിൽ അതിൽ പറയുന്നുണ്ട്. ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയുന്നു. മഹ്റജും സിഫത്തും പരിഗണിച്ച് ഇവയെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതാണ് മുത്തമാസിലാനി, മുത്തജാനിസാനി, മുത്തകാരിബാനി. അത് എഴുതാം. എന്നിട്ട് ഓരോന്നിൻ്റെ ഉദാഹരണമൊക്കെ എഴുതി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർത്തിയാക്കാം. അപ്പോൾ അത് കാരിബാനി, മുത്തകാരിബാനിയിൽ കാഫിനെ കാഫിലേക്കും ലാമിനെ റായിലേക്കും മാത്രമാണ് നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. മുത്തകാരിബാനിക്കൊക്കെ ഉദാഹരണം തന്നിട്ട് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ തജ്വീദിൻ്റെയും തസ്കിയയുടെയും പാഠഭാഗങ്ങൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നതൊക്കെ റിവിഷനായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തി കാണുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.